നമസ്കാരം രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്റ്റാർട്ടറുമായിട്ടാണ്. ഈ ബാർബിക്യൂ നേഷനിലൊക്കെ ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം എന്തായാലും ആരും മറക്കില്ല. അപ്പോൾ ബാർബിക്യൂ നേഷൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബാർബിക്യൂ നേഷൻ കാജൺ പൊട്ടറ്റോ. അപ്പോൾ ഇത് നമ്മൾ പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പൊട്ടറ്റോ അല്ല, നമ്മൾ ബേബി പൊട്ടറ്റോ യൂസ് ചെയ്തിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. വേണ്ടി നമ്മൾ ബേബി പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 18 എണ്ണം ഏതാണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്, വേവിച്ചെടുക്കുന്നത് തൊലിയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല പോലെ കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല പോലെ മണ്ണൊക്കെ ഉണ്ടാവുന്നതും ഒക്കെ പോക്കി നന്നായിട്ട് ഉരച്ചിട്ട് കഴുകുക. പക്ഷെ തൊലി പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതാണ്ട് ഒരു പകുതിയോളം ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം. അപ്പോൾ ആവി വരുന്ന സമയത്ത് വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഇതിപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്നിട്ട് ആവി മുഴുവൻ പോയി വെയിറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് വെന്ത് കഴിയുന്നുണ്ടാവും. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതായിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവേണ്ടത്. അപ്പോൾ ചെറിയ ചൂട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്, കാരണം അത് തണുത്ത് വരുമ്പോഴത്തേക്ക് അതേ ഷേപ്പിൽ നിന്നോളും. ഇപ്പം ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടി ഒരു ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ മൈദയാണ് എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് എടുക്കാം. ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണം. നമ്മളൊരു 2 പിഞ്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ മിക്സഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കുകയാണ്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. നമ്മളിത് കോട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മൈദ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ആവശ്യം നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇതൊന്ന് ഓരോ പൊട്ടറ്റോ ആയി എടുത്ത് ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്യും. അതിന് ശേഷം വീണ്ടും ഈ മൈദയിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ എക്സസ് വരുന്ന പൊടി മുഴുവൻ ഒന്ന് തട്ടിക്കളയണം. അപ്പോൾ പൊട്ടറ്റോ മുഴുവൻ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പം നല്ല മൈദ, ഞാൻ 2ാമത്തെ പ്രാവശ്യവും മൈദയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ മൈദ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോ വേവിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കുന്നുണ്ടല്ലോ, അത് ചൂടോടുകൂടിയാണ് എടുത്തത്. അപ്പോൾ ആ തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് കുറച്ച് ഹാർഡാവും. അപ്പോൾ നല്ല ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളിതിൽ ചെയ്യുന്നത് ഡബിൾ ഫ്രൈ ആണ്. അതായത് ഒരു തവണ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു ലൈറ്റ് കളറാവുന്ന സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റും. അത് കഴിഞ്ഞ് കുറച്ച് സമയം, ഒരു 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും ഫ്രൈ ചെയ്യാണ്. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതിന് വേണ്ട ഒരു സോസ് ഉണ്ട്. അപ്പോൾ ആ സോസാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ രണ്ടാമത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ സോസും കൂടെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇനി നല്ലപോലെ ചൂടായിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഒന്ന് തട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്.
ഉപ്പാവും കേട്ടോ. നമ്മളെ പൊട്ടറ്റോ വേവിച്ചെടുത്തതാണ്. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതാ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇത് ലൈറ്റായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഇനി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഫ്രൈ ചെയ്യും. അപ്പോൾ ഒന്നും കൂടെ നല്ല കളറ് മാറും. ഇനി നമുക്ക് ഇതിന് വേണ്ട സോസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് മയണൈസ് വേണം. മയണൈസ് ഞാൻ ഏതാണ്ട് ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ആദ്യം നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് മിക്സഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ സോസ് ഒഴിക്കേണ്ട ഒരു കൺസിസ്റ്റൻസി ആക്കണം. അതിന് വേണ്ടി നമ്മളിതിലേക്ക് കുറച്ച് പാല് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചായിട്ട് ആഡ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഞാൻ 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കളറ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ മയോണൈസിലുള്ള ഒരു ഉപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അഗെയിൻ നമ്മൾ 2 പ്രാവശ്യം ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പൊട്ടാറ്റോ ഒന്നുകൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടറ്റോയും അതുപോലെ തന്നെ സോസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത പൊട്ടറ്റോ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാർബിക്യൂ സ്റ്റൈൽ കേജൻ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നുമില്ല. അപ്പം എരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ 2 പ്രാവശ്യം ഫ്രൈ ഒക്കെ ചെയ്തെടുത്തതിനെ കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു അടിപൊളി സോസുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.